ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നും മീഷോ എന്നൊക്കെ വാങ്ങിച്ചിട്ടുള്ള ഒരു പുതിയ ഐറ്റംസുകളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വളരെ ചെറിയ റേറ്റിലാണ് വാങ്ങിച്ചത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ഫസ്റ്റ് നമ്മൾ വാങ്ങിച്ച വന്നിട്ട് 4 കമ്പാർട്ട്മെൻറ്റ്സ് ഉള്ള ഒരു ട്രോളി പോലത്തെ ഒരു ലെയർ ബോക്സ് ആട്ടോ. അടിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീലാണുള്ളത്. അപ്പോൾ ഇതെങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് വീല് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. 300 ബിലോ ഉള്ളൊരു റേറ്റ് വരുന്നത്. ഞാൻ എന്തോ വാങ്ങിച്ചത് 200 സംതിങ് എന്തോ ഓഫർ ടൈമിലാണ് വാങ്ങിച്ചത് കേട്ടോ. ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. ഇപ്പോഴും ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 4 കമ്പാർട്ട്മെൻറ്റ്സ് ഉള്ളതിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ വെക്കാം. ഇപ്പോൾ ഓണമൊക്കെ ആയിട്ട് എല്ലാവരും ഇങ്ങനത്തെ ഐറ്റംസിലൊക്കെ വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സാധനങ്ങൾ അവിടെ വെക്കാനും പച്ചക്കറികളായാലും ഫ്രൂട്ട്സുകളായാലും ഒക്കെ നമുക്ക് പെട്ടെന്ന് വെക്കാനൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിക്കാരം. ഇത് ബെഡ്റൂമുകളിലും യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് മേക്കപ്പ് ഐറ്റംസുകൾ ബുക്സുകൾ അങ്ങനെ വെക്കാനും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ ബോട്ടിൽസിലൊക്കെ ഉണ്ടാവില്ല, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ബോട്ടിൽസുകൾ അങ്ങനത്തെ ഒക്കെ പെട്ടെന്ന് എടുക്കാവുന്നതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് എന്ത് വേണമെങ്കിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുള്ളായി തോന്നി. ഇങ്ങനെ പേരൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കുന്ന രീതിയിൽ നമുക്ക് വെക്കാൻ പറ്റും. പച്ചക്കറികളും വെക്കാം. നമുക്ക് ടിഷ്യൂ ഒക്കെ അതിൻ്റെ ഉള്ളിൽ വിരിച്ച് കഴിഞ്ഞിട്ട് പച്ചക്കറി വെക്കാനും ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. പെട്ടെന്ന് കേട് വരുമ്പോൾ നമുക്ക് കാണാനും പറ്റും, എടുത്ത് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ. അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് നമുക്ക് കിച്ചണിലേക്ക് മസ്റ്റ് വേണ്ട പ്രൊഡക്റ്റാണ് കേട്ടോ. ഫ്രിഡ്ജുകളിലൊക്കെ നമുക്ക് സ്റ്റോറേജ് ബോക്സ് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതും നമുക്ക് വെജിറ്റബിൾസൊക്കെ ഇട്ട് വെക്കാനും ഫ്രിഡ്ജുകളിലൊക്കെ സ്റ്റോറേജ് ബോക്സ് പോലെ യൂസ് ചെയ്യാനും ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇതിങ്ങനത്തെ ബോക്സുകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ നല്ല നീറ്റായിട്ടും നല്ല ക്ലീനിങ് ആയിട്ടൊക്കെ വെക്കാൻ പറ്റും. പിന്നെ ഒരുപാട് വാരി വലിച്ചൊക്കെ ഇടാണ്ട് നമുക്ക് ഓരോ ബോക്സുകളായിട്ട് ഓരോ പച്ചക്കറികൾ ഇട്ട് വെക്കാനും അതുപോലെ തന്നെ നമുക്ക് അരിഞ്ഞ് വെച്ച പച്ചക്കറികളും യൂസ് ചെയ്യാം കേട്ടോ. അതിനുള്ളിലൊരു നെറ്റ് പോലത്തെ ഒരു ഇതുണ്ടാവും. അതും നമുക്കങ്ങനെ വെള്ളമൊക്കെ വേണമെങ്കിൽ അതിൽ ഒഴിച്ചിട്ട് ഇപ്പോൾ ഇട്ട് വെക്കാം. അങ്ങനെയും ചെയ്യാത്. ഒരുപാട് കാലം ഈർപ്പം നിൽക്കുമ്പോൾ നമുക്ക് കേട് വരാണ്ടിരിക്കും പച്ചക്കറിയൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ ബോക്സുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കിച്ചൺ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. കുറഞ്ഞ വിലയേ ഉള്ളൂ, ഭയങ്കര യൂസ്ഫുള്ളുമാണ്. അപ്പോൾ ഇങ്ങനെ പച്ചക്കറിയൊക്കെ ഇതിലിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം കേടുവരാണ്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ കിച്ചൺ നല്ലപോലെ നീറ്റായിട്ട് കൊണ്ടുപോകുക, പെട്ടെന്ന് നമുക്ക് പണി തീർക്കാൻ പറ്റും. ഫ്രിഡ്ജിലൊക്കെ സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടും വെക്കാം, സ്പേസ് കുറവാകില്ല. അധികം സ്പേസൊക്കെ നമുക്ക് ലാഭിക്കാൻ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇതൊരു ഐറ്റം ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം കേട്ടോ. നമുക്ക് ഈ ഫാൻസി ഐറ്റംസിലൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള ഒരു ചെറിയൊരു ബോക്സാണ്. ആ ബോക്സിൽ തന്നെ 12ഓളം ഷെൽഫുകളുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഓരോന്നായിട്ട് ഇപ്പോൾ ഇയറിങ്സൊക്കെ പെട്ടെന്ന് എടുക്കാനൊക്കെ നമുക്ക് റെഡിയാണെങ്കിൽ എങ്ങോട്ടെങ്കിലൊക്കെ പോകണമെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് വെക്കാനുള്ള ഒരു ഭയങ്കര യൂസ്ഫുൾ ആയിട്ടാണ്. ഇതിൽ നമുക്ക് ഓരോ കമ്മലുകൾ അതേപോലെ തന്നെ മാലകൾ എങ്ങനെ എന്ത് വേണമെങ്കിൽ നമുക്ക് ഇട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുള്ളായി തോന്നി. പെട്ടെന്ന് നമുക്ക് ചറപറാന്ന് ഒന്നായിട്ട് ഇടുമ്പോൾ നമുക്ക് ഓരോന്ന് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടേക്കാരം. ഇങ്ങനെ ആകുമ്പോൾ ഓരോന്ന് എടുത്തും നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോ ജോഡികൾ ഓരോ അവിടെ കിടക്കേക്കാരം. അപ്പോൾ നമുക്ക് അങ്ങനെ എടുക്കുമ്പോൾ ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇതാകുമ്പോൾ അതാത് ജോഡി അത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ റിങ്സുകൾ ഇട്ട് വെക്കാം, അങ്ങനെ എല്ലാം തന്നെ ഇട്ട് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഒക്കെ 100 റുപ്പീസ് ആ ഒരു റേറ്റൊക്കെ ഞാൻ വാങ്ങിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. ലിങ്ക് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റം മസ്റ്റ് ട്രൈ ആയിട്ടാണ്. ഇതങ്ങനെ കമ്മൽസൊക്കെ നല്ല ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. ഇതുപോലൊരു ഓർഗനൈസിങ് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും 100 റുപ്പീസ് തന്നെ ആയിരുന്നു. അതൊക്കെ മുമ്പത്തെ വീഡിയോസിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി വാച്ച് ചെയ്യാം കേട്ടോ. അടുത്തൊരു ഐറ്റം വന്നിട്ട് മാറ്റാണ്. നമ്മൾ വാട്ടർ അബ്സോർബ് ചെയ്യുന്നതെന്ന് പറയാൻ പാടില്ല, പക്ഷെ എന്നാലും നല്ല അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മാറ്റാട്ടോ. നമുക്ക് ഈ ബാത്റൂമിൻ്റെ അവിടെ അല്ലാണ്ട് റൂമുകളിലൊക്കെ ഇടുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇടാം കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ്. അങ്ങനെയൊന്നും തെന്നി മാറുമൊന്നും ചെയ്യുന്നില്ല. കറക്റ്റായിട്ട് നമുക്ക് നല്ല ഗ്രിപ്പുണ്ട് ബാക്ക് സൈഡൊക്കെ. കാണാൻ തന്നെ ഭയങ്കര ഒരു ലുക്കും ഉണ്ട് കേട്ടോ. ഒരു 120 റുപ്പീസാണ് തോന്നുന്നതിന് വരുന്നത്. ആ ഒരു റേറ്റിന് ഇത് എന്തായാലും നല്ലപോലെ വർത്തിയാണ് കേട്ടോ. അടുത്ത് വന്നിട്ട് നമുക്കിപ്പോൾ ഓണമൊക്കെ വരില്ലേ, അപ്പോൾ ഡ്രസ്സിന് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓർണമെൻറ്റ്സ് ആട്ടോ. നമ്മുടെ ഈ ഗേൾസിന് നമുക്ക് ഓരോ ഡ്രസ്സിനും ഓരോ രീതിയിൽ പെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കും കേട്ടോ. ഞാൻ ഈ കാണിക്കുന്നത് എല്ലാ ഡ്രസ്സിനും മാച്ചിങ് ആയി പോകുന്ന കുറച്ച് ജ്വല്ലറീസ് ഐറ്റംസാണ്. ഞാനിത് വാങ്ങിച്ചത് മീഷോന്നാണ് കേട്ടോ. കളറൊന്നും അങ്ങനെ പെട്ടെന്ന് ഫെയ്ഡായി പോകുന്നില്ല. യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ആണ് ഇടുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത്. ഇങ്ങനെ 2 ലെയറായി നിൽക്കുന്നതാണ്. കാണാൻ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു വർത്തി പ്രൊഡക്റ്റാണ്. നമുക്ക് ഇങ്ങനത്തെ ടൈപ്പുകൾ നമുക്ക് ഇടുകയാണെങ്കിൽ തന്നെ നെക്ക് നല്ലപോലെ കവർ ചെയ്ത് നിൽക്കും. പിന്നെ കളർ പെട്ടെന്ന് പോകാത്തത് കൊണ്ട് കുറേ കാലം നമുക്ക് യൂസ് ചെയ്ത് പോകാം. സാധാരണ ചില മാലകൾ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ കളർ ഫെയ്ഡായി പോകും. പക്ഷേ ഇത് പോകത്തില്ല കേട്ടോ. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒറിജിനലാണിത് വരുന്നത്. റേറ്റ് നല്ല കുറവാണ്. 200 ആ ഒരു റേറ്റിനൊക്കെ വരുന്നത് കേട്ടോ. അടുത്തത് വന്നിട്ട് ഒരു സ്നേക്ക് ആംഗ്ലറ്റ് എന്ന് തന്നെ പറയാം. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ പേര് വന്നിട്ട് സ്നേക്ക് ആംഗ്ലറ്റ് എന്നാണ് പറയാം. നമുക്ക് കാലിലൊക്കെ പെയർ ചെയ്ത് പോകുന്ന പാദസര കേട്ടോ. നല്ല ഒരു ഭംഗിയുള്ള പാദസരമാണ്. അപ്പോഴേ കാണിച്ചു കഴിഞ്ഞാൽ മാലയ്ക്കുമായിട്ട് കുറച്ചും കൂടെ മാച്ചായിരിക്കും ഇത്. ഇതും കളർ പോകുന്നില്ല കേട്ടോ, ഫെയ്ഡായി പോകുന്നില്ല. ഇട്ട് നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്.
നമുക്ക് കുട്ടികൾക്കൊക്കെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ സ്വർണ്ണം ഇട്ട് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം കളറൊന്നും പോകത്തൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര നല്ലൊരു വർത്തി പ്രൊഡക്റ്റാണ്. അപ്പോൾ വാങ്ങിക്കാനുള്ളവർക്ക് ആണെങ്കിൽ ലിങ്ക് പറഞ്ഞാൽ മതി, നോക്കിയിട്ട് ലിങ്ക് അയക്കാം കേട്ടോ. ഇങ്ങനത്തെ ഒരു ഹുക്കാണ് വരുന്നത്, അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈപ്പിലാണ് വരുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഊരുകയും ചെയ്യാം, അതേപോലെ തന്നെ ഇടുകയും ചെയ്യാൻ പറ്റും. അടുത്തൊരു ഐറ്റം വന്നിട്ട് നെക്ലസ് ടൈപ്പ് എന്നൊക്കെ പറയാം. നെക്ലസ് ആണ്, അങ്ങനെ യൂസ് ചെയ്യാം, അല്ലാതെ നമുക്ക് ഇറക്കിയിട്ടും ഉപയോഗിക്കാം കേട്ടോ. നല്ലൊരു ഭംഗിയുള്ളൊരു മാലയാട്ടോ. ഇത് നല്ല റേറ്റ് കുറവാണ്. ലിങ്ക് വേണമെന്നുള്ളവർ പറഞ്ഞാൽ മതി, ലിങ്ക് ഇട്ട് തരാം. മീഷോന്നൊക്കെ ഞാൻ വാങ്ങിച്ചത്. വളരെ അധികം റേറ്റ് കുറഞ്ഞ രീതിയിലാണ് ഞാൻ വാങ്ങിച്ചതൊക്കെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.